കോഴിക്കോട് ജില്ലയിൽ പുതിയതായി ആരംഭിച്ച ഒരു ഷൂ കടയുടെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നൽകിയ ₹1 ഓഫർ വൻ സംഘർഷത്തിൽ കലാശിച്ചു. സോഷ്യൽ മീഡിയ വഴി വ്ളോഗർമാരെ ഉപയോഗിച്ചുകൊണ്ട് നൽകിയ പരസ്യം കണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം തടിച്ചുകൂടിയതാണ് ഈ സംഘർഷത്തിന് കാരണമായി മാറിയത്. കോഴിക്കോട് മാനാഞ്ചിറയിലാണ് സംഘർഷമുണ്ടായത്. ₹1 നോട്ടും കൊണ്ട് ആദ്യം എത്തുന്ന 100 ആളുകൾക്ക് ഇഷ്ടമുള്ള ഷൂ തിരഞ്ഞെടുക്കാം എന്നതായിരുന്നു ആ കട ഉടമകളുടെ വാഗ്ദാനം. എന്നാൽ അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതോടെ പോലീസ് ലാത്തി വീശുകയും ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കാത്തതിനും ആ കട ഉടമകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ₹1 നോട്ടും കൊണ്ട് ആദ്യം എത്തുന്ന നിശ്ചിത ആളുകൾക്ക് ഇഷ്ടമുള്ള ഷൂ തിരഞ്ഞെടുക്കാം എന്ന ഓഫർ ഇൻസ്റ്റാഗ്രാമിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൈറലായി മാറിയിരുന്നു. അതോടെ കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നടക്കം നൂറുകണക്കിന് യുവാക്കൾ പുലർച്ചെ മുതൽ കടയ്ക്ക് മുന്നിൽ എത്തി വരിയായി നിന്നിരുന്നു. ഉദ്ഘാടന സമയം അടുത്തതോടെ തിരക്ക് നിയന്ത്രണാതീതമാവുകയും ആളുകൾ ആ കടയ്ക്കുള്ളിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിക്കുകയും ചെയ്തു. തിരക്ക് കാരണം നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടെങ്കിലും ആരും അതിന് തയ്യാറായില്ല. തുടർന്ന് തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി. ലാത്തി ചാർജിൽ ചിലർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. മുൻകൂട്ടി അനുമതി വാങ്ങാതെയുള്ള ഇത്തരം ഓഫറുകൾ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പോലീസ് അറിയിച്ചു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയതിനും ഗതാഗത തടസ്സത്തിന് കാരണമായതിനും കടയുടെ ഉടമകളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങളില്ലാതെ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കുന്ന ഒരു ഓഫർ നൽകിയത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പോലീസ് വിലയിരുത്തി. ഓഫർ നൽകിയ പരിപാടി തടഞ്ഞ പോലീസ് കട തൽക്കാലത്തേക്ക് അടപ്പിക്കുകയും ചെയ്തു. സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പ് കണ്ണൂരിലും റിപ്പോർട്ട് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ വഴി ആളുകളെ ആകർഷിക്കാൻ നടത്തുന്ന ഇത്തരം വിപണന തന്ത്രങ്ങൾ പലപ്പോഴും വലിയ അപകടങ്ങളിലും ദുരന്തങ്ങളിലുമാണ് കലാശിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ലാത്തി ചാർജിൽ കുട്ടികൾക്ക് പരിക്കേറ്റതായും പോലീസ് ലാത്തി വീശുന്ന ദൃശ്യങ്ങൾ പകർത്തിയ കുട്ടിയുടെ ഫോൺ പോലീസ് മേടിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. കുട്ടികളെ വരെ പോലീസ് പുറകെ ഓടിച്ചിട്ട് തല്ലി എന്നാണ് റിപ്പോർട്ടുകൾ. പലപ്പോഴും ഇത്തരം ഓഫറുള്ള സ്ഥലങ്ങളിൽ സംഘർഷം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കടയുടെ ഷട്ടർ തകർത്ത് അല്ലെങ്കിൽ ഗ്ലാസ് ഡോറുകൾ തല്ലി തകർത്ത് ആളുകൾ ഓഫറിൽ പറഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ തിരക്ക് കൂട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം, ഇത്തരം ₹1 ഓഫറുകളിൽ 90% തട്ടിപ്പായിരിക്കുമെന്നതാണ്. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമായിരിക്കും ഈ ഓഫർ പ്രൈസിൽ അവർ സാധനങ്ങൾ നൽകുന്നത്. അവർ പറഞ്ഞതുപോലുള്ള നിശ്ചിത എണ്ണം സാധനങ്ങൾ ഓഫർ വഴി കൊടുത്തു കഴിഞ്ഞതായി പറയുമ്പോൾ എന്തായാലും അവിടം വരെ വന്നതല്ലേ, എന്തെങ്കിലും സാധനം വാങ്ങിയേക്കാം എന്നൊരു ചിന്താഗതി അവിടെ എത്തുന്ന പലർക്കും ഉണ്ടാകും. അതുതന്നെയാണ് ഈ പരസ്യം നൽകുന്നവർ ലക്ഷ്യം വെക്കുന്നത്. ലോകത്ത് ഒരാളും നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാലത്തും ഒന്നും തന്നെ ആദായ വിലക്ക് വിറ്റിട്ടില്ല. ആ സത്യം എല്ലാവരും മനസ്സിലാക്കണം. ഈ നോമ്പ് കാലത്തും ₹1 ഷൂ കിട്ടുമെന്നറിഞ്ഞ് വെളുപ്പാൻ കാലത്ത് കോഴിക്കോട്ടേക്ക് ഓടിയ മലപ്പുറംകാരും കണ്ണൂർക്കാരുമൊക്കെ നിരന്തരം ഇതുപോലുള്ള തട്ടിപ്പുകൾക്ക് വിധേയരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. തൃശ്ശൂർ ആസ്ഥാനമാക്കി പൊട്ടിമുളച്ച എല്ലാ മണിച്ചെയിൻ കമ്പനിയിലും ഏറ്റവും കൂടുതൽ പണം നഷ്ടമായവർ ഈ കണ്ണൂരിലും മലപ്പുറത്തും ഉള്ളവരാണ്.